അങ്ങനെയൊടുക്കം എല്ലാവരും കാത്തിരുന്ന ചോദ്യം ചെയ്യൽ നടന്നിരിക്കുകയാണ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്നാൽ മന്ത്രിയെ മാത്രമല്ല മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ഒരേ ദിവസം തന്നെയാണ് ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ മന്ത്രി എന്ന നിലയിലും ആ സമയത്തെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിലുമാണ് ഇരുവരെയും SIT സംഘം ചോദ്യം ചെയ്തത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തത് നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ PS പ്രശാന്തും SIT സംഘം ചോദ്യം ചെയ്തതായി സ്ഥിരീകരിച്ചു. സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും പ്രശാന്ത് പറഞ്ഞു. ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയ കാര്യങ്ങളാണ് ചോദിച്ചത്. കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എടുക്കൽ പൂർത്തിയായിട്ടുണ്ടെന്നും ഇനി SITക്ക് മുന്നിൽ പോകേണ്ടി വരില്ലെന്നും പ്രശാന്ത് പറയുകയുണ്ടായി. ഈ PS പ്രശാന്ത് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. എന്നാൽ പാർട്ടിയിലെ ചില അസ്വാരസ്യങ്ങൾ മൂലം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPM-ൽ ചേരുകയായിരുന്നു. അതിന്റെ ഒരു പ്രത്യുപകാരം എന്നോണമാണ് CPM മന്ത്രിമാർ പ്രശാന്തിന് ദേവസ്വം പ്രസിഡന്റ് എന്ന സ്ഥാനം നൽകിയത്. അതിന് പിന്നാലെ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് പ്രശാന്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക മുന്നേറ്റത്തിന് പിന്നിൽ അയ്യപ്പന്റെ സ്വർണം കട്ടതാകുമെന്ന് ആരോപിക്കുന്നവരെ കുറ്റം പറയാനും കഴിയില്ല. ആ സ്വർണം കട്ടതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പൊങ്ങി വരുന്നത്. അല്ല, അയ്യപ്പൻ പൊക്കിക്കൊണ്ടുവരുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ ഒന്ന് കുലുങ്ങി കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരു മന്ത്രിയെയാണ്, അതും വിശ്വസ്തനായ ഒരു മന്ത്രിയെ. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അടിത്തട്ട് ഒന്ന് വിറച്ചു കാണുമെന്ന് ഉറപ്പാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അതോടെ ഇതിനു പിന്നിലെ മറ്റു മന്ത്രിമാരും വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്ന് കാര്യത്തിൽ തീരുമാനമായി. ഇനി അറിയാനുള്ളത് ഇതിൽ മുഖ്യന്റെ പങ്ക് എന്താണെന്നാണ്. അതറിയണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും.